എല്ലാവർക്കും നമസ്കാരം. കോട്ടയം കാർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ വീഡിയോയുടെയും അവസാനം പറയുന്ന ഒരു കാര്യം ഞാൻ ആദ്യം തന്നെ പറയുകയാണ്. കാരണം നമ്മുടെ വീഡിയോ പൂർണ്ണമായിട്ട് കാണാതെയോ അല്ലെ സ്കിപ്പ് ചെയ്ത് കാണുകയോ ചെയ്യുന്ന ആൾക്കാർ പെട്ടെന്ന് നമ്മളെ വിളിക്കുമ്പോഴത്തേന് ചോദിക്കാറുണ്ട് വണ്ടി നാട്ടിലാണോ ഉള്ളത്. അപ്പോൾ ആദ്യം തന്നെ പറയുവാണ്, നമ്മൾ ചെയ്യുന്ന എല്ലാ വാഹനങ്ങളും ഡൽഹിയിലാണോ ഉള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന വാഹനം അല്ലെങ്കിൽ ഇന്ന് നമുക്ക് പുതിയ സ്റ്റോക്ക് വന്നിരിക്കുന്നത് 2017 മാനുഫാക്ചറിങ് 17 രജിസ്ട്രേഷനിലുള്ള സിംഗിൾ ഓണർഷിപ്പ് 1,09,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഓൾ ഒറിജിനൽ ആയിട്ടുള്ള സീറോ ഡെപ്ത് ഇൻഷുറൻസ് അടുത്ത വർഷം 2025 ജൂലൈ വരെ വാലിഡ് ആയിട്ടുള്ള ഫോർച്യൂണർ 4x4 ഓട്ടോമാറ്റിക് വാഹനമാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വണ്ടിയുടെ എല്ലാ ഭാഗങ്ങളും ഒന്ന് പരിശോധിക്കാം. അപ്പോൾ ഈ വശത്തേക്ക് വരുമ്പം നിങ്ങൾക്ക് കാണാം, ഈ വണ്ടിയിൽ ഒരിടത്ത് പോലും റീപെയിൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. സൈഡ് പ്രൊഫൈൽ എല്ലാം നല്ല വൃത്തിക്ക് തന്നെയാണ് ഇരിക്കുന്നത്. ഡെൻറ്റോ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും ഈ ഭാഗങ്ങളിൽ വന്നിട്ടില്ല. നമുക്കിതിൻ്റെ ഡോറുകളൊന്ന് തുറന്ന് പരിശോധിക്കാം. ഈ ഡോറിൻ്റെ ഈ അകത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെ പേസ്റ്റിങ്ങും കാര്യങ്ങളും എല്ലാം കമ്പനി ഒറിജിനൽ തന്നെയാണ് കിടക്കുന്നത്. ഇതിനകത്ത് വേറെ റീപെയിൻറ്റോ റിപ്പയറോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. ഈ ഡോർ പാടുകളിലേക്ക് വരുമ്പോഴും കാണാം, നല്ല ലെതറിൻ്റെ ഫിനിഷിങ്ങിൽ തന്നെയുള്ളതാണ് ഇത്. ഇവിടുത്തെ പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് വരുന്നത്. വേറെ മേജറായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. വണ്ടി നല്ല സൂപ്പർ വണ്ടിയാണ്. ഇതിൻ്റെ ഇവിടുത്തെ പഞ്ചിങ്ങും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കാണാം, എല്ലാം ഓൾ ഒറിജിനൽ തന്നെയാണ്. അപ്പം ഞാൻ ഈ എല്ലാ പ്രാവശ്യവും എല്ലാവരും പറയുന്ന വീഡിയോയ്ക്ക് ലെങ്ത് കൂടുതലാണെന്നുള്ളത്. അപ്പോൾ ഈ ഭാഗം എല്ലാം ഓക്കെയാണ്. ഈ ഭാഗത്ത് പഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും കാണാവുന്നതാണ്. ലെങ്ത് കൂടാതിരിക്കാൻ ഇച്ചിരി സ്പീഡിലാണ് ഇപ്രാവശ്യം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോകുന്നത്. ഈ ഡോറിലേക്ക് വരുമ്പോൾ ഇവിടെയും സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. ഇവിടുത്തെ പേസ്റ്റിങ്ങും കാര്യങ്ങളും എല്ലാം തന്നെ ഒറിജിനലാണ്. ഇവിടുത്തെ ഡോർ പാടുകളും എല്ലാം ക്ലീനായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. നമ്മൾ പിന്നെ എടുത്തു കഴിയുമ്പോൾ നമ്മൾ എന്താണേലും ഒന്ന് ഇൻറ്റീരിയർ ക്ലീൻ ചെയ്ത് നമ്മൾ പോളിഷ് ചെയ്യുമല്ലോ. ഇവിടുത്തെ കമ്പനി പഞ്ചിങ്ങും കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും കാണാവുന്നതാണ്. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ പുറകുവശത്തേക്ക് പയ്യെ നീങ്ങാം. ഈ സൈഡിലാണെങ്കിലും വേറെ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. ഓൾ ഒറിജിനൽ ഗ്ലാസ്സുകളാണ്. ഫ്രണ്ട് വിൻഷീൽഡ് ഉൾപ്പെടെ എല്ലാ ഗ്ലാസ്സുകളും ഒറിജിനൽ ടൊയോട്ടയുടെ 2017 സീരീസിൽ തന്നെ വരുന്നതാണ്. ടൈൽ ലൈറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് ടൈൽ ലൈറ്റിൽ ക്രാക്കോ സ്ക്രാച്ചോ ഒന്നും തന്നെ ഡാമേജോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. ഇതിൻ്റെ ബമ്പറുകൾ പോലും അൺടച്ച്ഡ് ആയിട്ടുള്ള വാഹനമാണ്. അപ്പോൾ ഇതിൽ വേറെ ക്രാക്കോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. പുറകിലത്തെ ഗ്ലാസ്സും എല്ലാം തന്നെ ഒറിജിനൽ കമ്പനി ടൊയോട്ടയുടെ തന്നെയാണ് വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ബൂട്ടൊന്ന് തുറന്ന് പരിശോധിക്കാം. ബൂട്ടിനകത്തേക്ക് വരുമ്പോഴത്തേന് നിങ്ങൾക്ക് കാണാം, നല്ല വൃത്തിക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന വണ്ടിയാണ്. ഇവിടുത്തെ പഞ്ചിങ്ങുകളും കാര്യങ്ങളും എല്ലാം ഓക്കെയാണ്. ഡിക്കിയുടെ പേസ്റ്റിങ്ങും കാര്യങ്ങളും എല്ലാം ഓക്കെയാണ്. ഈ ഭാഗത്തേക്ക് വരുമ്പോഴും എല്ലാം നല്ല വൃത്തിക്ക് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി താഴ്വശം നമുക്കിവിടെ ഒന്ന് പരിശോധിക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടുത്തെ പഞ്ചിങ്ങും കാര്യങ്ങളും എല്ലാം ഓക്കെയാണ്. വേറെ വർക്കുകളോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ഇനി നമുക്കിത് അടയ്ക്കാം. അപ്പോൾ ഈ വാഹനത്തിൻ്റെ സ്റ്റെപ്പിനിയിലോട്ട് വരുമ്പോഴത്തേന് ഓൾമോസ്റ്റ് ഒരു 70% ഉള്ളൊരു സ്റ്റെപ്പിനിയാണ് ഇതിലുള്ളത്. സ്റ്റെപ്പിനി അത്യാവശ്യം ഒരു 70% ഉള്ളൂ. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഈ അടുത്ത വശത്തേക്ക് പോകാം. ഇത് സിഗ്മ വേരിയൻറ്റിൽ വരുന്ന 4x4 ഓട്ടോമാറ്റിക് വാഹനമാണ്. ഇത് അപ്പോളോ ഹോസ്പിറ്റലിലെ ഡോക്ടറുടെ വണ്ടിയാണ്. അപ്പോൾ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നാട്ടിൽ ഭയങ്കര കോമഡിയാണ്, അതുകൊണ്ടാണ് അത് എടുത്ത് പറയാഞ്ഞത്. ഓക്കെ, ഈ സൈഡിലത്തെ ഈ ടൈൽ ലൈറ്റിലും ക്രാക്കോ മറ്റ് ഡാമേജോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. എല്ലാം ഓൾ ഒറിജിനൽ കണ്ടീഷനിൽ തന്നെയാണ് ഇരിക്കുന്നത്. ബമ്പറിലൊക്കെ ചെറിയ ചെറിയ സ്ക്രാച്ചുകളുണ്ട്, അതൊക്കെ നോർമലി റബ്ബിങ്ങിൽ പോകാനുള്ളതേ ഉള്ളൂ. ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേന് ഇവിടെ ചെറിയ ഒരു സ്ക്രാച്ചേ ഉള്ളൂ, അല്ലാതെ വേറെ മേജറായിട്ടുള്ള പെയിൻറ്റ് ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ ഒന്നും റീപെയിൻറ്റോ കാര്യങ്ങളോ വന്നിട്ടില്ല. ഈ ഗ്ലാസ്സുകളെല്ലാം തന്നെ കമ്പനി ഒറിജിനൽ ഗ്ലാസ്സുകൾ തന്നെയാണ്. നമുക്ക് ടയർ ഭാഗത്തേക്ക് വരുമ്പോഴത്തേനും ഓൾമോസ്റ്റ് പുതിയതായിട്ടുള്ള ഒരു 90% ഉള്ള 4 ടയറുകളാണ് ഇതിൽ കിടക്കുന്നത്. ബ്രിഡ്സ്റ്റോണിൻ്റെ ടയറുകളാണ് 4ഉം കിടക്കുന്നത്. അപ്പോൾ ഈ ഡോറിൻ്റെ അകത്തേക്ക് നമുക്ക് പരിശോധിക്കാം. ഇവിടുത്തെയും പേസ്റ്റിങ്ങും കാര്യങ്ങളും എല്ലാം ഒറിജിനലാണ്. ഡോർപാടും കാര്യങ്ങളും എല്ലാം വൃത്തിക്കാണ് നിൽക്കുന്നത്. ഈ ഭാഗത്ത് നിങ്ങൾക്ക് കാണാം, ഇവിടുത്തെ കമ്പനി പഞ്ചിങ്ങും പേസ്റ്റിങ്ങും എല്ലാം തന്നെ വന്നിട്ടുണ്ട്. ഇവിടുത്തെ ഫ്രെയിമുകളിലൊക്കെ ആണെങ്കിലും നമുക്ക് പില്ലറുകളിലൊന്നും യാതൊരു ഡാമേജോ കാര്യങ്ങളോ റീപെയിൻറ്റോ ഒന്നും തന്നെ വന്നിട്ടില്ല. വണ്ടിയുടെ ഇൻറ്റീരിയർ നമുക്ക് അടുത്ത ഇതിൻ്റെ കൂടെ തന്നെ പരിശോധിക്കാം. ഇനി ഈ ഡോറും കൂടെ നമുക്കൊന്ന് കാണാം. ഈ ഡോറിലാണെങ്കിലും പേസ്റ്റിങ്ങും കാര്യങ്ങളും എല്ലാം ഓക്കെയാണ്. വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ളൊരു വണ്ടിയാണിത്. ഇതിൻ്റെ
ഇവിടുത്തെ സ്വിച്ചുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കാണാം. എല്ലാം നല്ല വൃത്തിക്ക് തന്നെയാണ് സൂക്ഷിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഈ വണ്ടിയുടെ എൻജിൻ റൂം ഒന്ന് തുറന്ന് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ സൗണ്ടും കേൾക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ ബോണറ്റ് ഒന്ന് തുറന്ന് കാണാം. ബോണറ്റിനുള്ളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം ഓൾ ഒറിജിനലായിട്ടുള്ള ഒരു ബോണറ്റാണ്. ഇതിൻ്റെ പേസ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും പോയിട്ടില്ല. ഓൾ ഒറിജിനലായിട്ടുള്ളതാണ്. ഇവിടുത്തെ വൃത്തി നിങ്ങൾക്ക് കാണാം. എൻജിൻ റൂം അത്യാവശ്യം വൃത്തിയിലാണ് ഇരിക്കുന്നത്. ചെറിയ ഡസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഈ അപ്രോണിൻ്റെ ഭാഗത്തേക്കൊക്കെ വരുമ്പോഴത്തേന് ഇവിടെ ഒരു ഡാമേജോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. വയറിങ് എല്ലാം നല്ല പ്രോപ്പറായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ആമറോണിൻ്റെ പുതിയ ബാറ്ററിയാണ് ഇതിലിരിക്കുന്നത്. ഫ്രണ്ടിലത്തെ ക്രോസ് ബാറിലേക്ക് വരുമ്പോൾ ഇവിടെ ഒന്നും യാതൊരു ഡാമേജോ ഒന്നും തന്നെ വന്നിട്ടില്ല. ഈ സൈഡിലത്തെ അപ്രോണിൻ്റെ ഭാഗത്തേക്ക് നോക്കിയാൽ ഇവിടെ പ്രത്യേകിച്ച് ഡാമേജോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. നമ്മൾ ഓൾറെഡി ഇതെല്ലാം ചെക്ക് ചെയ്ത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതാണ്. എല്ലാം LED ലൈറ്റുകളാണ് വരുന്നത്, അറിയാമല്ലോ. അതുപോലെ ഒന്നും ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. ഫ്രണ്ട് ഗ്രില്ലിലും ഒന്നും ഒരു ഡാമേജോ വന്നിട്ടില്ല. ഈ ബമ്പറിൻ്റെ ഈ ഭാഗത്തും ചെറിയ 2 സ്ക്രാച്ച് ഉണ്ട്. അപ്പോൾ അത് അവർ പെയിൻറ്റ് ചെയ്തിട്ടില്ല. അത് ഒറിജിനൽ ആ ഇരിക്കുന്ന കണ്ടീഷനിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിത് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ എൻജിൻ്റെ സൗണ്ട് ഒന്ന് നമുക്ക് കേൾക്കാം. എഞ്ചിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. കറക്റ്റ് പ്രോപ്പർ കമ്പനി സർവീസിൽ പോയിക്കൊണ്ടിരിക്കുന്ന വാഹനമാണ്. വളരെ സ്മൂത്ത് എഞ്ചിനാണ്. ഞാൻ ഡ്രൈവ് ചെയ്തിട്ട് നല്ല സൂപ്പറായിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ട്. നല്ല സുഖമാണ് ഡ്രൈവ് ചെയ്യാൻ. സസ്പെൻഷനും കാര്യങ്ങളും എല്ലാം ഓക്കെയാണ്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഇൻറ്റീരിയറിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ ഇൻറ്റീരിയർ ഭാഗങ്ങളൊന്ന് പരിശോധിക്കാം. ഫുള്ള് ലെതർ ഫിനിഷിലാണ് ഡോർപാടും കാര്യങ്ങളും ഒക്കെ വരുന്നത്. നിങ്ങൾക്ക് കാണാം ഇൻറ്റീരിയർ എല്ലാം വളരെ വൃത്തിക്ക് തന്നെ, സെൻട്രൽ കൺസോളും കാര്യങ്ങളും എല്ലാം വളരെ വൃത്തിക്ക് തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റിയറിംഗ് വീലിലേക്ക് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ സ്വിച്ചുകളൊന്നും ഡാമേജ് ആവുകയോ ഒന്നും ചെയ്തിട്ടില്ല. കിലോമീറ്റർ നിങ്ങൾക്ക് കാണാം 1,09,000 സംതിങ് കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. ഇതിൻ്റെ സീറ്റുകളൊക്കെ അവർ ലെതർ സീറ്റുകൾ അതിൻ്റെ പുറമെ ഒരു കവർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒറിജിനൽ സീറ്റ് ഉണ്ട്. ബാക്കി സീറ്റിൻ്റെ ഇലക്ട്രോണിക് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം വർക്കിംഗ് ആണ്. ഒരു ഡാമേജോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. റൂഫുകളും നിങ്ങൾക്ക് കാണാം വളരെ വൃത്തിക്ക് തന്നെയാണ് റൂഫും സൂക്ഷിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ പുറകു വശത്തെ സീറ്റുകളും കൂടെ ഒന്ന് കാണാം. പുറകിലത്തെ റോയിലേക്ക് വരുമ്പോൾ ഇതിലും അവർ ആഫ്റ്റർ മാർക്കറ്റ് സീറ്റ് കവറുകൾ അടിച്ചിട്ടിട്ടുണ്ട്. ഇതിനുള്ളിൽ ഒറിജിനൽ കമ്പനി സീറ്റുകൾ ഇതിനകത്തുണ്ട്. ബാക്കി എല്ലാം നല്ല വൃത്തിക്ക് തന്നെയാണ് ഇരിക്കുന്നത്. പുറകിലത്തെ റോ സീറ്റുകളും എല്ലാം തന്നെ വളരെ വൃത്തിക്ക് തന്നെയാണ് സൂക്ഷിച്ചിട്ടുള്ളത്. ടയറുകൾ നിങ്ങൾക്ക് കാണാം ഓൾമോസ്റ്റ് 90% ഉള്ള ബ്രിഡ്സ്റ്റോണിൻ്റെ 4 ടയറുകളാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. സ്റ്റെപ്പിന് മാത്രം ഒരു ശകലം കുറവാണ്. ഒരു 60-65% മാത്രമേ ഉള്ളൂ സ്റ്റെപ്പിന് വന്നിട്ടുള്ളൂ. 2017 മാനുഫാക്ചറിങ്, 17 രജിസ്ട്രേഷനിലുള്ള സിംഗിൾ ഓണർഷിപ്പ്, 1,09,000 കിലോമീറ്റർ മാത്രം ഓടിയിരിക്കുന്ന 4x4 ഓട്ടോമാറ്റിക് വാഹനമാണിത്. ഈ വാഹനത്തിന് ഇവർ ആസ്ക് ചെയ്യുന്ന റേറ്റ് 23,75,000 രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. പിന്നെ ഈ വണ്ടിയെപ്പറ്റി പറയാനുള്ളത് ഇതിൽ റീപെയിൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. ബമ്പർ പോലും അൺടച്ച്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ചെറിയ ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് നമുക്ക് ചെയ്തെടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇതിൻ്റെ ഒരു ഗ്ലാസ് പോലും റീപ്ലേസ്മെൻ്റ് ഇല്ല. ഓൾ ഒറിജിനൽ വാഹനമാണ്. 0 ഡെപ്പ് ഇൻഷുറൻസ് അടുത്ത വർഷം 2025 ജൂലൈ വരെ വാലിഡ് ആയിട്ടുള്ള വണ്ടിയാണ്. ടയറുകളെല്ലാം ഓൾമോസ്റ്റ് നല്ല കണ്ടീഷനിലാണ് ഉള്ളത്. അപ്പോൾ ഇനി പറയാനുള്ളത് നമ്മളുടെ ചാനലിനെ പറ്റിയാണ്. നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണമെന്ന് ഒരു അഭ്യർത്ഥനയുണ്ട്. എല്ലാ വാഹനങ്ങളുടെയും ഫുള്ള് ഭാഗങ്ങൾ കവർ ചെയ്ത് തന്നെയാണ് നമ്മൾ വീഡിയോ ചെയ്യാറുള്ളത്. അപ്പം അത് മുഴുവൻ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളോട് പറയണം. അപ്പോൾ വീണ്ടും എടുത്തു പറയുന്നു, വണ്ടി കോട്ടയത്തല്ല ഉള്ളത്. നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേരാണ് കോട്ടയം കാർസ്. അത് ഡൽഹിയിലാണുള്ളത്. വണ്ടിയും ഡൽഹിയിലാണുള്ളത്. അപ്പം നമ്മുടെ ചാനൽ എല്ലാവരും കാണുക.
നമ്മുടെ വീഡിയോസിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും തിരുത്തലുകൾ ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾ ഞങ്ങളോട് മെസ്സേജിലൂടെയോ വാട്സപ്പിലൂടെയോ അറിയിക്കുക. കമൻറ്റിലൂടെയും നിങ്ങൾക്ക് രേഖപ്പെടുത്താം. നിങ്ങൾക്ക് വണ്ടി ആവശ്യമുള്ള സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും ഒക്കെ നമ്മളുടെ ചാനലിനെ പറ്റി നമ്മളെയും പറ്റി പറയുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.